ഇന്ന് നമുക്ക് മാർക്കറ്റുകളിൽ കിട്ടുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ നമുക്കൊക്കെ അറിയാവുന്ന പോലെ 90% രാസകീടനാശിനികൾ ഉപയോഗിച്ച് കൃഷി ചെയ്തുണ്ടാക്കുന്നവയാണ്. നമ്മുടെ ശരീരത്തിനകത്തെത്തുന്ന കീടനാശിനികൾ, രാസവസ്തുക്കൾ അത് പലതരത്തിൽ നമ്മുടെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെ അത് ദോഷകരമായി ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ വർദ്ധിച്ചു വരുന്ന കിഡ്നി രോഗങ്ങൾ, അതുപോലെ തന്നെ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളൊക്കെ ഒരുപക്ഷെ ഇതൊക്കെ കാരണമായിട്ടായിരിക്കാം. നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നമ്മൾ 15-20 സെക്കൻഡ് ശക്തമായി തുറന്നിട്ട പൈപ്പ് വെള്ളത്തിലിട്ട് കഴുകിയാൽ പോലും ഈ പച്ചക്കറികളിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന കീടനാശിനികൾ കഴുകിക്കളയാൻ പറ്റില്ല. നമുക്കറിയാം, മാർക്കറ്റുകളിൽ നമ്മൾ കാണുന്ന വാഴപ്പഴങ്ങൾ നല്ല മിനുസ്സുള്ള, കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിലായിരിക്കും അതൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ രാസവളങ്ങളൊന്നും അമിതമായി ഉപയോഗിക്കാത്ത പഴവർഗ്ഗങ്ങളൊക്കെ ഈ കറുത്ത കുത്തുകളൊക്കെ വീണിട്ട് ഇങ്ങനെ അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല കാണാൻ. മറ്റേ നല്ല ഭംഗി ഉണ്ടാവും ഈ രാസവസ്തുക്കൾ ഉപയോഗിച്ചത്. അതൊക്കെ നോക്കിയിട്ട് വാങ്ങാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വാങ്ങുന്ന പച്ചക്കറികളൊക്കെ പരമാവധി അതിലുള്ള രാസവസ്തുക്കളൊക്കെ കഴുകിക്കളഞ്ഞ്, ഈ പറഞ്ഞ രൂപത്തിലൊക്കെ കഴുകിക്കളഞ്ഞ് ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഓരോ സീസണാകുമ്പോൾ ധാരാളം പഴവർഗ്ഗങ്ങൾ നമുക്ക് ചുറ്റുപാടുകളിൽ നിന്നൊക്കെ ലഭിക്കാറുണ്ട്. ഇപ്പോൾ മാങ്ങാക്കാലം വരുമ്പോൾ മാങ്ങ ധാരാളമായി കിട്ടുന്നു, ചക്കക്കാലം വരുമ്പോൾ ചക്ക കിട്ടുന്നു. സീസണാകുമ്പോൾ അതൊക്കെ കൂടുതൽ കഴിക്കുക. നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് എത്തുന്ന ഭക്ഷണ സാധനങ്ങൾ പരമാവധി നമ്മുടെ ശരീരത്തിന് ദോഷകരമല്ലാത്തതായിരിക്കണം എന്നുള്ള ഒരു നിർബന്ധം നമുക്കുണ്ടായാൽ നമ്മുടെ ആരോഗ്യം ഒരു പരിധി വരെ നമുക്ക് സംരക്ഷിക്കാനാവും എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. താങ്ക് യു.